അമ്മ ഒന്ന് മാറിയേ. ഗിരിയേട്ടനൊന്ന് മാറിയേ. ഗിരിയേട്ട, ഇതുവരെ വന്നതുപോലെ അല്ല ഇപ്പൊ പടനിലത്ത് വന്നിരിക്കുന്നെ. ഇപ്പൊ വന്നിരിക്കുന്നത് പടനിലത്ത് പത്മനാഭന്റെ മരുമകനായിട്ടാണ്. അത് ഓർമ്മ വേണം. ബാ, നമുക്ക് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാം. വാ വാ. അച്ഛൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. നല്ലത് വരാൻ വേണ്ടി അനുഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ നാശം വരാൻ വേണ്ടി. നശിച്ചു പോകത്തേ ഉള്ളൂ. നന്നായിട്ട് വരട്ടെ മോനെ. ഇനി അമ്മയുടെ അനുഗ്രഹം. അമ്മ വാ. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. അമ്മാവ, ഓ അമ്മ എന്നോട് പൊറുക്കണം. ഗിരിയേട്ട, എന്തിനാ ഗിരിയേട്ടൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നേ? അല്ല, അതിന് മാത്രം എന്ത് തെറ്റാ ഗിരിയേട്ടൻ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ അച്ഛനെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നേ? അല്ലേ അച്ഛാ? അതെ അതെ. അയ്യോ, നിങ്ങൾ എന്താ അതിഥികളെ പോലെ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് കയറ്. ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ? വാ മക്കളെ, കേറി വാ. വാ ഗിരിയേട്ട. അല്ല ഗിരിമോനെ, ഈ കടയിലെ കച്ചവടമൊക്കെ എങ്ങനെ? വകയ്ക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാ? കുഴപ്പമില്ല അമ്മാവ. അല്ല, ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരെയല്ലേ? അമ്മ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവരെ കണ്ടുപഠിക്കണം, മനസ്സിലായോ? അമ്മ ഒന്ന് മാറിയേ. ഗിരിയേട്ടനൊന്ന് മാറിയേ. ഗിരിയേട്ടൻ എന്തിനെങ്ങനെ നിൽക്കുന്നേ? ഇവിടെ വന്നിരിക്കും. അമ്മാവൻ
അമ്മ ഗിരിയേട്ടാ, ഗിരിയേട്ടൻ ഇപ്പൊ ഈ വീട്ടിലെ അതിഥിയല്ല, ഒരു വീട്ടുകാരനാണ്. ഇനി മുതൽ ഗിരിയേട്ടൻ ഇരിക്കേണ്ടത് ഇവിടെയാണ്. വാ, പാറു എനിക്ക് ഇരിക്കണ്ട. ഇരിക്കങ്ങോട്ട്. ഇരിക്കേ. അമ്മ അങ്ങോട്ട് നിവർന്നിരിക്കുക ഗിരിയേട്ട. ഇദ്ദേഹം ഇവിടെ അല്ലേ അച്ഛ ഇരിക്കേണ്ടത്? അല്ലേ? ആ, 150 ഏക്കറിന് വേണ്ടി ഇത്രയൊക്കെ സഹിക്കണോ? ഉം. ശരിയേട്ടാ, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്നിട്ടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഏട്ടൻ അമ്മാവന്റെ മുമ്പിൽ ഇരുന്നത് അമ്മാവന് ഇഷ്ടായിട്ടുണ്ടാവോ ആവോ? അതൊക്കെ ഏട്ടത്തിയമ്മ ഹാൻഡിൽ ചെയ്തോളൂ. ഇത്രയും നാളും ഏട്ടൻ നിന്നതല്ലേ, നീ കുറച്ചിരിക്കട്ടെ. അത് അതെ, ഇദ്ദേഹം അച്ഛനോടും നഗലേട്ടനോട് സംസാരിച്ചിരിക്കെ. ഞങ്ങള് പെണ്ണുങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ. ശരി. നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും വാ. അച്ഛാ. എന്താ ഗിരിയേട്ടാ, എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് ഉടനെ കസേരയിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റു. ഈ ഗിരിയേട്ടന്റെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പുറത്തുള്ള എന്റെ മുറിയിൽ പോയിരിക്കാം. അച്ഛാ, ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോവാണേ. ആ, വാ ഗിരിയേട്ടാ. പോയിട്ട് വരാം അമ്മ. എല്ലാരും വാന്നേ. എന്നാലും കുറച്ച് കടുപ്പം തന്നെ മുതലാളി. കടക്കട്ടടോ. കടക്കുമ്പോഴല്ലേ കളിക്കൊരു സുഖം ഉണ്ടാവും.